നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന ഇന്ന് ചിലിക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചുകൊണ്ട് കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കളിയിൽ മെസ്സിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു? അദ്ദേഹം 100% ഫിറ്റ് ആയിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യ പകുതി ഏതാണ്ട് പകുതിയിലേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ആ ഒരു അഡക്ടർ ഇഞ്ചുറിയുടെ പ്രശ്നം അദ്ദേഹത്തെ വലക്കുന്നത്. പിന്നെ ടാക്കിളുകളും മറ്റുമൊക്കെ അദ്ദേഹം സഫർ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി. എല്ലാം കൂടി ചേർത്ത് 100% ഫിറ്റ് അല്ലാതെയാണ് മെസ്സി കളിച്ചതെങ്കിലും കളിയിൽ സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരുന്നു. പലപ്പോഴും അർജന്റീനക്ക് ഉണ്ടാക്കിയ നീക്കങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് തിരിച്ചടിയായത്. പക്ഷെ ഒടുവിൽ ലൗട്രോ പന്ത് വലയിലേക്ക് എത്തിച്ച ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെസ്സിയുടെ ഒരു പ്രകടനം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കണക്കുകളിലേക്കൊന്ന് പോകുമ്പോൾ കൃത്യമായിട്ട് നോക്കുക. 2 ഷോട്ടുകളാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിലെടുത്തത്. 2 ഗ്രേറ്റ് ചാൻസുകൾ, അതായത് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 5 കീ പാസുകൾ മെസ്സി കൊടുക്കുകയുണ്ടായി. 34 പാസുകളിൽ 32 സക്സസ്ഫുൾ ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 94% പാസിംഗ് ആക്യുറസി. 11 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ 7 അദ്ദേഹം സക്സസ്ഫുൾ ആക്കി. ഡ്രിബ്ലിംഗ് സക്സസ് റേറ്റ് 64%. 3 തവണ എതിരാളികളാൽ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ട് വീഴുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ മെസ്സി 100% ഫിറ്റ് അല്ലെങ്കിലും ഈ കളിയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. സോഫാ സ്കോർ അദ്ദേഹത്തിന് നൽകിയിരുന്ന റേറ്റിംഗ് 8.3 ആയിരുന്നു. ചുരുക്കത്തിൽ മെസ്സി ഇപ്പോഴും ഇന്നും പ്രകടനം തന്നെയാണ് ഈ പ്രായത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരാശങ്കയുള്ളത് പരിക്ക് കാരണം അടുത്ത കളി കളിക്കുമോ എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അതിലൊരു ഫൈനൽ തീരുമാനം വരിക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.